അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഅലീമുൽ മുതഅല്ലിം സർനുജി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ വിഖ്യാതമായ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി രചിക്കപ്പെട്ട കിതാബ്. അള്ളാഹു അവരുടെയൊക്കെ മദദ് നമുക്ക് നൽകുമാറാവട്ടെ. അത് കാരണം ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മഹാനവറുകൾ പറയുകയാണ്, വഹുക്കിയ, ഒരു ചരിത്രമുണ്ട്, കഥയുണ്ട്, ഹിക്കായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്ന ഷെയ്ഖൽ ഇമാം ഫഖ്റുൽ ഇസ്ലാം അൽ അർസാബന്ദി റഹ്മത്തുള്ളാഹി അലൈഹി ജമാ, മഹാനവറുകൾ ഒരുമിച്ച് കൂട്ടി ഖുശൂർ അൽ ബിത്തീഖ്, ബിത്തീഖിൻ്റെ, അതായത് തണ്ണിമത്തൻ വത്തക്കയുടെ തോടുകൾ, അതിൻ്റെ തോലുകളൊക്കെ ഒരുമിച്ച് കൂട്ടി. ഫി മക്കാനിൻ ഖാലിൻ, ഒരു വിജനമായ സ്ഥലത്ത്, ഒഴിഞ്ഞ സ്ഥലത്ത്. ഫഗസലഹ, എന്നിട്ട് അതൊക്കെ ഒന്ന് കഴുകി. വ അക്കലഹ, എന്നിട്ട് ആ തോടുകൾ തിന്നു. ഈ തോടുകൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫറഅത്ഹു, അദ്ദേഹത്തെ കണ്ടു, ജാരിയത്തുൻ, ഒരു അടിമപ്പെണ്ണ്. ഫഅഖ്ബറത് ബിദാലിക, ഈ ബത്തക്കയുടെ തോടുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി തിന്നുന്നത് കണ്ടപ്പോൾ വിഷമത്തോടുകൂടെ ആ അടിമപ്പെണ്ണ് ഫഅഖ്ബറത്, അറിയിച്ചു, ബിദാലിക, ഇക്കാര്യം, മൗലാഹ, ആ പെണ്ണിൻ്റെ ഉടമസ്ഥയെ, അവരുടെ മൗലയെ. ഫത്തഖദ ലഹു ദഅവതൻ, ആ മൗല, ആ മനുഷ്യൻ ഒരു സൽക്കാരമൊരുക്കി. ഫദഅഹു, ആ ഷെയ്ഖിനെ, അർസാബന്ദി റഹ്മത്തുള്ളാഹി അലൈഹിയെ ക്ഷണിച്ചു. ഇലൈഹ, ആ സൽക്കാരത്തിലേക്ക്. ഫലം യഖ്ബൽ ലിഹാദ, ഈ സൽക്കാരത്തെ അദ്ദേഹം ഗൗനിച്ചില്ല, സ്വീകരിച്ചില്ല. അദ്ദേഹം ആ സൽക്കാരത്തിൽ പങ്കെടുത്തില്ല. വഹാകദ, അപ്രകാരം തന്നെ യംബഗി ലി ത്വാലിബിൽ ഇൽമി, ഇൽമ അന്വേഷകന് അത്യാവശ്യമാണ്, അയ്യകൂന, അവൻ ആവൽ, ദാ ഹിമ്മത്തിൻ ആലിയ, ഉന്നതമായ മനോധൈര്യത്തിൻ്റെ ആളാവൽ അത്യാവശ്യമാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ല മനോധൈര്യമാണ്, ആത്മവിശ്വാസമാണ്, തന്നിൽ തന്നെയുള്ള ഒരു കോൺഫിഡൻസ്, വിശ്വാസം, അതുണ്ടായിരിക്കണം. ലാ യത്മഉ, അവൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല, ഫി അംവാലിൻ നാസ്, ജനങ്ങളുടെ മാലുകളെ, സമ്പത്തുകളെ, ജനങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത്, ആ സമ്പത്ത് എനിക്ക് കിട്ടണം, അവരെ കയ്യിൽ നിന്ന് പണം കിട്ടണം, അവരെനിക്ക് സഹായം തരണം എന്നിങ്ങനെ ഒരിക്കലും ഒരു വിദ്യാർത്ഥി ആഗ്രഹിക്കുകയില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇയ്യാക വത്വമഅ, നീ അത്യാഗ്രഹത്തെ, പണത്തോടുള്ള ആർത്തിയെ നീ സൂക്ഷിക്കണം. ഫഇന്നഹു, കാരണം അത് ഫഖറുൻ ഹാദിറുൻ, പ്രകടമായ ഫഖറാണ്, ദാരിദ്ര്യമാണ്. ആർത്തി എന്ന് പറയുന്നത് തന്നെ ഒരു ദാരിദ്ര്യമാണ്. നമ്മുടെ കയ്യിലുള്ള പണം നമുക്ക് മതിയാവാത്തത് കൊണ്ടാണല്ലോ ഇനിയും വേണം, ഇനിയും വേണം എന്നിങ്ങനെ തോന്നുന്നത്. അപ്പോൾ അത് വല്ലാത്തൊരു ദാരിദ്ര്യമാണ്. വലാ യബ്ഖലു ബിമാ ഇൻദഹു മിനൽ മാൽ, വലാ യബ്ഖലു, പിശുക്ക് കാണിക്കാനും പാടില്ല, ബിമാ ഇൻദഹു മിനൽ മാൽ, നമ്മുടെ അടുത്തുള്ള സമ്പത്തിൽ നിന്ന്. നമ്മൾ മറ്റുള്ളവരുടെ സമ്പത്ത് ചോദിക്കാനോ ആഗ്രഹിക്കാനോ പാടില്ല എന്നതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് അത് പിശുക്കി വെക്കാനും പാടില്ല. ബൽ, എന്നല്ല, യുംഫിഖു അലാ നഫ്സിഹി വഅലാ ഗൈരിഹി, സ്വന്തത്തിൻ്റെ ആവശ്യത്തിനും മറ്റുള്ളവരുടെ ആവശ്യത്തിനും വേണ്ടി അത് ചെലവഴിക്കണം. ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന്നാസു, ജനങ്ങൾ, കുല്ലുഹും, അവരെല്ലാം, ഫിൽ ഫഖർ, ദാരിദ്ര്യത്തിലാണ്. ഏത് കാലത്തോളം? മഖാഫത്തൽ ഫഖർ, ദാരിദ്ര്യത്തെ ഭയക്കുന്ന കാലത്തോളം. എനിക്ക് ദാരിദ്ര്യം ഉണ്ടാവുമോ, ഞാൻ കുടുങ്ങിപ്പോകുമോ, പൈസ ഇല്ലാത്തവനായി പോകുമോ, ഞാൻ ദരിദ്രനാവുമോ എന്നിങ്ങനെ ഭയന്നുകൊണ്ടിരുന്നാൽ ആ ഭയം അവൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നിടത്തോളം അവൻ ദരിദ്രനാണ്.
പാവപ്പെട്ടവനാണ്, അവന് ഫഖർ വിട്ടൊഴിയുകയില്ല, ഐശ്വര്യവാനാവുകയില്ല. നാസു ഫി സമാനിൽ അവൽ, പൂർവസൂരികളായ മുൻഗാമികളായ മഹാന്മാരൊക്കെ ആയിരുന്നു യതഅല്ലമൂനൽ ഹിർഫത്ത, കൈത്തൊഴിലുകൾ പഠിച്ചിരുന്നു. എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ അവർ പഠിച്ചിരുന്നു, എന്നിട്ട് അത് ചെയ്യുകയും ചെയ്തിരുന്നു. സുമ്മ യതഅല്ലമൂനൽ ഇൽമ, എന്നിട്ട് അതിൻ്റെ ശേഷമാണ് അവർ ഇൽമ പഠിക്കാൻ പോയിരുന്നത്. ഹത്താ, കാരണം അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ആദ്യം ഒരു കൈത്തൊഴിൽ പഠിച്ചത്? ലാ യത്മഉ, അവർ ആഗ്രഹിക്കാതിരിക്കാൻ വേണ്ടിയാണ്, ഫി അംവാലിന്നാസ്, ജനങ്ങളുടെ സമ്പത്തിനെ. നമ്മളൊരു കൈത്തൊഴിൽ പഠിച്ചിട്ടുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും, പിന്നെ മറ്റുള്ളവരുടെ സമ്പത്തിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ തൊഴിൽ ചെയ്തുകൊണ്ട് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു കൈത്തൊഴിൽ പഠിച്ച് അത് ചെയ്തുകൊണ്ടായിരുന്നു അവർ ഇൽമ പഠിച്ചിരുന്നത്. ആ സമ്പാദ്യത്തിൽ അവർ തൃപ്തരുമായിരുന്നു. അതുകൊണ്ട് അവർ ഒരിക്കലും ഫഖറിലകപ്പെട്ടിട്ടില്ല. കാണുന്നവർക്ക് ഫഖറുണ്ടെന്ന് തോന്നിയാലും ഒരിക്കലും അവർ സ്വമേധയാ ഫഖറിലാണെന്ന് അവർക്ക് തോന്നുകയോ അവർ അങ്ങനെ ഒരു ഫീൽ ചെയ്ത് അനുഭവപ്പെടുകയോ ചെയ്തിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സ് നന്നാക്കി തരുമാറാവട്ടെ. നമുക്ക് ഖിന നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഫഖറിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.